അന്നൊക്കെ വസൂരി വന്നയാളെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റുകയാണ് പതിവ്. ഈ ദുരിതത്തിന്റെ എല്ലാം അവസാനം രോഗി മരിച്ചു പോവുകയാണ് എങ്കിൽ ആ കൂരയടക്കം കത്തിച്ചു കളയും. എന്തൊരു ദുരവസ്ഥയാണ് എന്നാലോചിച്ചു നോക്കൂ. അച്ഛനെയെങ്കിലും തരണേ പൊന്നു തമ്പുരാനേ എന്ന്. പക്ഷേ ഒരു ദൈവങ്ങളും ഞങ്ങളെ വിളി കേട്ടില്ല. അന്നൊന്നും വിളി കേൾക്കാതിരുന്ന ദൈവങ്ങളെ പിന്നെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്ന VS അച്യുതാനന്ദൻ ഒരു ഈശ്വര വിശ്വാസിയല്ലായിരുന്നു. എങ്ങനെയാണ് VS നിരീശ്വരവാദിയായത്? ആ അനുഭവം നമ്മളോട് പങ്കുവയ്ക്കുന്നത് സജിത് കലൂരാണ്. ചേട്ടാ, ദൃശ്യങ്ങളോ അതിന്റെ ശബ്ദശകലവും നമ്മുടെ കയ്യിലില്ല. ഇല്ല, അത് ആരുടെയും കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. എനിക്കും ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് കുറച്ച് ലിറിക്സ് കിട്ടിയതാണ്. അത് ഞാനൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആയിരിക്കാം പറഞ്ഞതെന്ന രീതിയിൽ ഞാനൊന്ന് അവതരിപ്പിക്കാം. ഓക്കെ. അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് മാരകമായ വസൂരി രോഗം പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നയാളെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റുകയാണ് പതിവ്. ആരെങ്കിലുമൊക്കെ മരുന്നോ വെള്ളമോ കൊടുത്താലായി എന്ന സ്ഥിതിയാണ്. പല സമയത്തും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ രോഗി നിലവിളിക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. ഈ ദുരിതത്തിന്റെ എല്ലാം അവസാനം രോഗി മരിച്ചു പോവുകയാണ് എങ്കിൽ ആ കൂരയടക്കം കത്തിച്ചു കളയും. എന്തൊരു ദുരവസ്ഥയാണ് എന്നാലോചിച്ചു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ അമ്മയെയും പടവരമ്പത്തെ ഒരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റി. ഞാനാണെങ്കിലേ അന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണം എന്ന് വാശി പിടിച്ച് കരയുമ്പോൾ അച്ഛൻ പടവരമ്പത്ത് കൂട്ടിക്കൊണ്ടുപോയി ദൂരെയുള്ള ആ കൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ അതിനകത്തുണ്ട് എന്ന് പറയും. ഞാൻ കാര്യമറിയാതെ കുറേ നേരം നോക്കി നിന്ന് തിരിച്ചു പോരും. ഒരുപക്ഷേ ആ ഓലപ്പഴുതുകൾക്കിടയിലൂടെ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന്. അമ്മ പോയതിന് ശേഷവും ഈ ദുഃഖമൊന്നും അറിയിക്കാതെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ അധികം വൈകാതെ അച്ഛനും ജ്വരം പിടിപെട്ടു. മരണക്കിടക്കയിൽ അച്ഛൻ കിടക്കുമ്പോൾ ഉറക്കമില്ലാതെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പേരറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ചുകൊണ്ട്. അമ്മയില്ലാത്ത ഞങ്ങൾക്ക് അച്ഛനെയെങ്കിലും തരണേ പൊന്നു തമ്പുരാനേ എന്ന്. പക്ഷേ ഒരു ദൈവങ്ങളും ഞങ്ങളെ വിളി കേട്ടില്ല. അന്നൊന്നും വിളി കേൾക്കാതിരുന്ന ദൈവങ്ങളെ പിന്നെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് എന്റേതായ ഒരു ഭാവനയിൽ ഞാൻ അവതരിപ്പിച്ചതാണ്. നന്നായിട്ടുണ്ട്. നമ്മൾ കേൾക്കാത്തൊരു വിവരം അത് VSന്റെ അതേ ശബ്ദത്തിൽ തന്നെ അനുഭവം പറഞ്ഞപ്പോൾ അത് വലിയൊരു ഇതായി. സത്യം ആണ്. ഞാനും വളരെയേറെ അനുഭവ ഈ പുന്നപ്ര വയലാറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ PK മേദിനി എന്ന് പറയുന്ന കേരളത്തിന്റെ വിപ്ലവ ഗായിക, അതെന്റെ വല്യമ്മയാണ്. അപ്പൊ ഈ കുടുംബത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു കേട്ട അറിവുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു സ്മൃതി ദിനത്തിൽ ഇവിടെ വരാനും ഇതൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞാൽ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.